എല്ലാവർക്കും നമസ്കാരം. പൂരം നക്ഷത്രക്കാരുടെ ഓരോ അവസ്ഥയിലുമുള്ള നിങ്ങളുടെ ആ പ്രായത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മളെടുക്കുന്ന 11ാമത്തെ നക്ഷത്രമാണ് നിങ്ങളുടെ ഈ പൂരം നക്ഷത്രം. ഈ പൂരം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നാൽ, എത്ര വലിയ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാലും തന്നെ നിങ്ങളെ ആശ്രയിക്കുന്നവരെ, അതായത് എല്ലാവരെയുമല്ല, നിങ്ങളെ ആശ്രയിക്കുന്നവരെ, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സഹായിക്കാനുള്ള ആ ഒരു ത്യാഗബുദ്ധി നിങ്ങൾക്ക് എപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പൂരം നക്ഷത്രക്കാർ നല്ല ഭക്ഷണപ്രിയരാണ്. പറയാൻ കാരണം, ഇത്രയധികം ഏകാഗ്രതയോടെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന മറ്റൊരു നക്ഷത്രക്കാർ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഈ നക്ഷത്രക്കാരിൽപ്പെട്ട സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, ദൈവിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ഇവർ ഒരു പടി മുന്നിലായിരിക്കും. മാത്രവുമല്ല, ഇവരുടെ നാക്കൊന്ന് വളച്ച് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ശാപമായിട്ടായിരിക്കും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവരിൽ നിന്നും ശാപവാക്കുകൾ ഏൽക്കാതിരിക്കാൻ മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സാധാരണയായി ഇവർ അത്ര പെട്ടെന്നൊന്നും ദേഷ്യം പിടിക്കില്ല. പക്ഷെ ദേഷ്യം പിടിക്കുമ്പോൾ മാത്രമേ ഈ രീതിയിലുള്ള വാക്കുകൾ ഇവർ പറയുകയുള്ളൂ. ഇതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ പൂര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഇതിലെങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നതെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ള നക്ഷത്രഫലങ്ങളെ അപേക്ഷിച്ച് ഞാൻ ഈ ശ്രേണിയിൽ പറഞ്ഞു പോകുന്ന നക്ഷത്ര ഫലപ്രവചനങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു പ്രസൻറ്റ് ഏജ് അനുസരിച്ച്, അതായത് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏത് അവസ്ഥകളിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് ആ സമയത്തെ, അല്ലെങ്കിൽ ആ സമയം മുതൽ അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വ്യവസ്ഥയാക്കണമെന്ന് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ തന്നെ ചിന്തിച്ചുറപ്പിക്കാൻ സാധിക്കും. പറയാൻ കാരണം, ഇവിടെ ഈ പൂരം നക്ഷത്രത്തിൻ്റെ ലൈഫ് ടൈം ജാതക വിശകലനമാണ് ഇതിലൂടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിൻറ്റും ഞാനിവിടെ കൃത്യമായി ടാഗ് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ കുത്തി നിറച്ച് പറഞ്ഞ് നിങ്ങളുടെ ആ വിലപ്പെട്ട സമയം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. പകരം നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ അതേതൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളിനി പിന്നിടാൻ പോകുന്ന നിങ്ങളുടെ ആ ഓരോ പ്രായത്തിലും ഞാൻ ഇനി എന്ത് മുൻകരുതലുകൾ എടുക്കണമെന്ന് ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലാകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്കൊരു ചൂണ്ടുപലക പോലെ, അല്ലെങ്കിൽ ഒരത്താണി എന്ന പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ടാസ്ക് എന്താണെന്നുള്ളത് കൃത്യമായി ഇവിടെ നിന്നും ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കും. അവർ പക്ഷേ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പ്രായം വെച്ചുകൊണ്ടാണ് ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയുമാകാം. ഇതിനു വേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ ഈ കാണുന്ന ഈ ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പക്ഷേ ഞാനിവിടെ ഫലം പറയുന്നത് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ച ആ ഒരു വയസ്സ് മുതലല്ല. കാരണം ഈ ആയുഷ്കാല ഫലമായതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രക്കാരുടെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞു പോയ ആ കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയുമ്പോൾ ആ പറയുന്നത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിക്കാം, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ തുടർന്ന് അങ്ങോട്ട് പ്രവചിക്കാൻ പോകുന്ന ആ ജ്യോതിഷ ഫലപ്രവചനങ്ങളും അതും കൃത്യമായിരിക്കും. ഈ പറഞ്ഞ ഈ രീതിയിലാണ് ഒരാളുടെ ജാതകത്തിലെ പാസ്റ്റും ഫ്യൂച്ചറും ഏകീകരിച്ച് ഇവിടെ ഈ ഫലം പറയുന്നത്. ഇനി നമുക്ക് പൂര നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു പോകാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 11ാമത്തെ നക്ഷത്രമായ ആത്മാനന്ദത്തിൻ്റെയും ഭൗതിക സുഖങ്ങളുടെയും പ്രതീകമായ ശുക്രൻ ഭരിക്കുന്ന, അല്ലെങ്കിൽ ശുക്രൻ നക്ഷത്രനാഥനായുള്ള അതീവ ആകർഷണീയതയും കലാവാസനയുമുള്ള ഒരു അത്ഭുത നക്ഷത്രമാണ് നിങ്ങൾ പൂരം നക്ഷത്രക്കാർ. മാത്രവുമല്ല, വിശ്വാസപ്രകാരം ഭാഗ്യദേവതയായ ഭഗവതിയാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപ. ഇതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആദ്യം സൂചിപ്പിച്ചത്, ഇവരുടെ കയ്യിൽ നിന്ന് ശാപവാക്കുകൾ കേൾക്കാതിരിക്കാൻ ഇവരോടൊപ്പമുള്ള മറ്റുള്ളവർ ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
അപ്പോൾ പറഞ്ഞു വന്നത്, ജ്യോതിഷത്തിൽ ചെങ്ങലയിൽ തൂങ്ങിയാടുന്ന ആ ഒരു ഊഞ്ഞാൽ കെട്ടിലാണ് ഇതിൻ്റെ അടയാളമായിട്ട് പറയുന്നത്. അതായത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കൃത്യമായി ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, ജീവിതം എപ്പോഴും സന്തോഷത്തോടും ആഡംബരത്തോടും കൂടി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവർക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി നൽകാനും ഏത് കഠിനമായ സാഹചര്യത്തിലും സ്വന്തം മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടാതെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുമുള്ള ആ ഒരു പ്രത്യേക കഴിവ് പ്രകൃതിദത്തമായി തന്നെ ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹമായിട്ട് കൈവന്നിരിക്കുകയാണ്. ഈ നക്ഷത്രം വരുന്നത് മുഴുവനായിട്ടും സൂര്യൻ്റെ സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിലാണ്. രാശ്യാധിപൻ സൂര്യനും നക്ഷത്രാധിപൻ ശുക്രനുമായതുകൊണ്ട് സൂര്യൻ്റെ ആ ഒരു പ്രതാപവും തൻ്റെ ഇടവും ശുക്രൻ്റെ ആ ഒരു സൗന്ദര്യവും കലാവിരുതും ഒരുപോലെ സമ്മേളിച്ച ഒരു അത്ഭുത നക്ഷത്രം തന്നെയാണ് ഈ പറഞ്ഞ പൂരം നക്ഷത്രക്കാർ. ഇത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത, ആര് എന്ത് പറഞ്ഞാലും ശരി ഇവർ അതങ്ങോട്ട് പെട്ടെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കില്ല. മാത്രവുമല്ല, മറ്റുള്ളവരുടെ മുൻപിൽ എപ്പോഴും നല്ല വൃത്തിയോടും പ്രൗഢിയോടും കൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ. എന്നാൽ അനീതി കണ്ടാൽ പെട്ടെന്ന് ശോഭിക്കുന്നവരും കടുംപിടുത്തക്കാരായിട്ടുള്ള സ്വഭാവമുള്ളവരും, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവരെ തീർച്ചയായും വിശേഷിപ്പിക്കാം. ജീവിതത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുമ്പോൾ സ്വന്തം ക്രിയേറ്റീവായിട്ടുള്ള ബുദ്ധി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ ശേഷിയുള്ളവരാണ് ഈ പൂരം നക്ഷത്രക്കാർ. ഈ പറഞ്ഞതെല്ലാം ഇവരിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില സ്വഭാവ പ്രത്യേകതകളാണ്. ഇനി നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ അതെങ്ങനെയൊക്കെയാണ് പ്രകടമാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പൂരം നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ശുക്രഭഗവാന്റെ മഹാദശയിലാണ് ഈ പൂരം നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം പൊതുവെ വലിയ കഷ്ടപ്പാടുകളില്ലാതെ മാതാപിതാക്കളുടെ അതീവ സ്നേഹത്തോടും അതുപോലെ തന്നെ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സുഖ സൗകര്യങ്ങളോടും കൂടിയായിരിക്കും കടന്നു പോകുക. ആരോഗ്യപരമായി ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ഈ കണ്ണ് അല്ലെങ്കിൽ തൊണ്ട എന്നിവയെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ അല്ലെങ്കിൽ ഉദരസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്നിവയെല്ലാം ഈ പ്രായത്തിൽ ഇവർക്ക് സർവ്വസാധാരണമാണ്. എന്നാൽ ജാതകത്തിൽ ശുക്രൻ്റെ സ്വാധീനം ഇവർക്ക് വളരെയധികം ഉള്ളതുകൊണ്ട് ഇവരുടെ കുട്ടിക്കാലത്ത് മുതൽ തന്നെ ഇവർ കല, സംഗീതം, ഫാഷൻ അല്ലെങ്കിൽ അഭിനയം അങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഇവർക്ക് ഒരു പ്രത്യേക താല്പര്യം കൂടുതലായിരിക്കും. മാത്രവുമല്ല, ഇവരുടെ ഈ സ്വഭാവത്തിലേക്ക് വന്നാൽ ചെറുപ്പത്തിലെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിരിക്കും. എന്നാൽ വിചാരിച്ച കാര്യം അത് സ്നേഹം കൊണ്ടോ ശാഠ്യം കൊണ്ടോ മാതാപിതാക്കളോട് ഇവർ ഉറപ്പായിട്ടും സാധിച്ചെടുത്തിരിക്കും. എന്നാൽ പഠന കാര്യങ്ങളിൽ ഇവർ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. എങ്കിൽ പോലും വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകും. പ്രത്യേകിച്ചും ഈ കലാപരമായ മത്സരങ്ങളിലും ഈ സ്റ്റേജ് പ്രോഗ്രാമുകളിലും ഒക്കെ മികച്ച വിജയം നേടാൻ ഉറപ്പായിട്ടും ഇവർക്ക് സാധിക്കും. അങ്ങനെയുള്ളൊരു കഴിവ് ഇവർക്ക് ജന്മനാ ഉണ്ട്. എന്നാലും ഒന്ന് ഓവറോൾ നോക്കുമ്പോൾ എല്ലാവരുടെയും സ്നേഹവും പ്രശംസയും ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇവർ ഇവരുടെ ആ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം പൂർത്തിയാക്കുന്നത്. ഇനി നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരപ്രായം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക് സംഭവിക്കുക എന്ന് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന സൂര്യദശയും തുടർന്ന് വരുന്ന ചന്ദ്രദശയും നിങ്ങൾ പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ അച്ചടക്കവും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിലെ നിർണായകമായ വഴിത്തിരിവുകളും കൊണ്ടുവരുന്ന ആ ഒരു സമയമാണ്. കാരണം കർമ്മമേഖല നിങ്ങൾക്ക് ഈ സമയത്ത് ഉണർന്നു തുടങ്ങും. പ്രത്യേകിച്ചും ഈ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് സൂര്യൻ്റെ ആ ഒരു തേജസ് ലഭിക്കുന്നതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിലും മത്സര പരീക്ഷകളിലും വലിയ ഉന്നതി വ്യക്തമായി കാണുന്നുണ്ട്. എന്നാൽ സിനിമ, മീഡിയ, ബാങ്കിങ്, ഗവൺമെൻറ് ജോലികൾ, ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് പോലുള്ള ഈ മേഖലകളിലൊക്കെ ഈ പ്രായത്തിലാണ് ഇവർ തിരഞ്ഞെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. എന്നാൽ 23 വയസ്സിന് ശേഷം സ്വന്തം പ്രയത്നത്താൽ മാന്യമായ ഒരു വരുമാന മാർഗം ഇവർ തേടി കണ്ടുപിടിക്കും. ഇത് എല്ലാവരുടെയും കാര്യത്തിലല്ല, അതിലേക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന ആളുകളുടെ കാര്യത്തിലാണ് ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് ഈ പ്രായത്തിൽ
ഈ കർമ്മപരമായ നേട്ടം മാത്രമല്ല, ആകർഷണ ശക്തി വളരെ കൂടുതലുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ ചില പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വ്യക്തമായിട്ട് തന്നെ ഉണ്ടാകും. എന്നാൽ ഇത് ശാശ്വതമായി ഒട്ടും മുന്നോട്ട് പോവുകയുമില്ല. എന്നാൽ ഇവർ ഇതും പറഞ്ഞുകൊണ്ട് മാനസികമായി ബുദ്ധിമുട്ടുന്ന ആ ഒരു സാഹചര്യത്തിലേക്കൊന്നും എത്തിച്ചേരുന്നതുമല്ല. എന്നാൽ ഇവരുടെ 26 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആ കാലയളവിലാണ് ഇവരുടെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു ഭദ്രത യഥാർത്ഥത്തിൽ കൈവരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് 27 വയസ്സിന് ശേഷം ഇവരുടെ വിവാഹപ്രായം ഉറപ്പായിട്ടും തെളിയും. ഈ ലൗകിക സുഖങ്ങൾ ഇഷ്ടപ്പെടുന്ന മനസ്സിനിണങ്ങിയ ആ ഒരു പങ്കാളിയെ തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിത സഞ്ചാരഗതി നോക്കുമ്പോൾ ഇവിടെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു മധ്യവയസ്ക കാലഘട്ടമാണ് ഈ പറഞ്ഞ ആ ഒരു സമയം. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 ഈ വയസ്സുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് 50 വയസ്സിൽ എത്തിച്ചേരുന്ന നിങ്ങൾ പൂരം നക്ഷത്രക്കാരുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് 30കളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 35 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ശനി നിങ്ങൾക്ക് ഗുണവാനായി മാറുന്നതുകൊണ്ട് നിങ്ങളുടെ കർമ്മരംഗങ്ങളിൽ വലിയ പദവിയും ഉയർച്ചയും പുരോഗതിയും ഉറപ്പായിട്ടും ഉണ്ടായിത്തീരും. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ കേന്ദ്രസ്ഥാനങ്ങളിൽ വരുന്നതുകൊണ്ട് സ്വന്തമായി പുതിയൊരു വാഹനമോ വീടോ അല്ലെങ്കിൽ ഭൂമിയോ സ്വന്തമാക്കാനുള്ള വലിയ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലോ ജോലിയിലോ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധി ഈ സമയത്തായിരിക്കും നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്. എന്നാൽ 43 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഈ സമയത്ത് വരുന്ന ചില ഗ്രഹമാറ്റങ്ങൾ കാരണം അസൂയാലുക്കളായ ശത്രുക്കളുടെ ശല്യമോ അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ഏറ്റവും വലിയ ബന്ധുവാണ് അല്ലെങ്കിൽ വിശ്വസ്തരാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആ ആളുകളിൽ നിന്നും ചെറിയ രീതിയിലുള്ള വഞ്ചനയോ അല്ലെങ്കിൽ ചെറിയ ചതിയോ ഒക്കെ നേരിടേണ്ടി വരാം. എന്നാൽ ഈ സമയം പണത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക സഹായം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും നിന്നും മേടിച്ച് അവർക്ക് കൊടുക്കുകയോ ചെയ്താൽ അതിൻ്റെ ബാധ്യത മുഴുവനും നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ പങ്കാളിയുമായി ഈ സമയത്ത് ചെറിയ രീതിയിലുള്ള ഈഗോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ സംസാരത്തിൽ വരുന്ന വാക്ക് വ്യത്യാസം അല്ലെങ്കിൽ ആ ചേരിചേരായ്മ മൂലം അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ 45 വയസ്സിന് ശേഷം ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും നല്ല ദശാകാലങ്ങൾ വന്നു ചേരുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിലും സമൂഹത്തിലും വളരെ നല്ലൊരു പ്രതാപവും സാമ്പത്തിക ഭദ്രതയും കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. ഈ സമയം കുട്ടികളുടെ പഠനം, അവരുടെ ഉന്നതി എന്നിവ കണ്ട് മനസ്സിനേറെ സന്തോഷിക്കാനുള്ള ചില അവിസ്മരണീയമായ അവസരങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ഈ പറഞ്ഞത് 45 വയസ്സിന് ശേഷം 49കളുടെ അവസാന കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ആ മാറ്റങ്ങളാണ്. ഇനി അടുത്തത് പക്വതയുടെ കാലം. അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ ജീവിതം വളരെ ശ്രേഷ്ഠമായ ഒരു കാലഘട്ടമാണ്. അതായത് 55, 60, 65, 70 ഈ കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മറ്റെല്ലാ നക്ഷത്രങ്ങളിലും പറയുന്ന പോലെ ഇതിലും പറഞ്ഞു പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാകും. ഇത് കടക്കുകയാണെങ്കിൽ എന്ന് പറയാൻ കാരണം എല്ലാ പൂരം നക്ഷത്രക്കാരും ഈ പറഞ്ഞതുപോലെ 80 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു പൂർണ്ണ പുരുഷായുസ്സായിട്ടുള്ള 120 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രായത്തിലേക്ക് കടക്കുന്നവരുടെ ഫലങ്ങളാണ് ഇനി മുതൽ അങ്ങോട്ട് പറയുന്നത്. അതായത് ഈ ഏജ് മുതൽ അങ്ങോട്ട് പറയുന്നത് ഈ പ്രായങ്ങളിലേക്ക് കടന്നു സഞ്ചരിക്കുന്നവരുടെ ഫലങ്ങളാണ്. അങ്ങനെ വേണം നിങ്ങൾ ഈ ഫലപ്രവചനങ്ങളെ മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെ അപ്രകാരം നോക്കുമ്പോൾ ഇത് നിങ്ങൾ പൂരം നക്ഷത്രക്കാർക്കുള്ള വലിയൊരു ബഹുമാനത്തിൻ്റെയും സുഖ സൗകര്യങ്ങളുടെയും ആ ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം നിങ്ങൾക്ക് വരുന്ന ചൊവ്വ ദശയുടെയോ അല്ലെങ്കിൽ രാഹുൽ ദശയുടെയോ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ യോഗം ഈ സമയത്ത് നിങ്ങൾക്ക് സംജാതമാകും. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ രാശിയെ ദർശിക്കുന്നത് കൊണ്ട് നിങ്ങൾ പങ്കെടുക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വമനസ്സാലെ ചെയ്യുന്ന പ്രവൃത്തി ഏതുമായിക്കോട്ടെ അതിലെല്ലാം സമൂഹത്തിലും കുടുംബത്തിലും വലിയൊരു ആദരവും അംഗീകാരവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഒട്ടുമിക്ക പൂരം നക്ഷത്രക്കാരും ഈ പ്രായത്തിൽ മക്കൾക്ക് വേണ്ടി അവരുടെ കടമകളെല്ലാം ഭംഗിയായി വീട്ടി
ഇനി നിങ്ങൾക്ക് സ്വസ്ഥമായി നിൽക്കാം എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് വരും. മാത്രവുമല്ല, സാമ്പത്തികമായി തികച്ചും സുരക്ഷിതമായ ഒരു രാജകീയ സുഖജീവിതത്തിലുമായിരിക്കും നിങ്ങളപ്പോൾ എത്തി നിൽക്കുക. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലാണ്. പറയാൻ കാരണം, ഏകദേശം ഒരു 58 വയസ്സിന് ശേഷം പ്രമേഹം, യൂറിനറി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മറ്റ് ഹൃദയ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഇതെല്ലാം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണക്രമത്തിൽ മധുരവും കൊഴുപ്പും നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് ചെറിയ ചെറിയ വ്യായാമങ്ങളോ അതെല്ലാം എല്ലാ ദിവസവും ഒരു അല്പനേരം പുലർത്തി പോരുന്നത് അത്യുത്തമമായിരിക്കും. പൊതുവെ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും തീർച്ചയായിട്ടും വളരെയധികം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇനി അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് 79 മുതൽ 90 വയസ്സും അതിന് മുകളിലേക്കും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 ഈ വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ചുവടുവെച്ച് ചെല്ലുമ്പോൾ, നിങ്ങൾ പൂരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പരിപൂർണമായും ഭഗവതി ഭജനത്തിലേക്കും തിരിയുന്ന ആ ഒരു സുന്ദരമായ ആത്മീയ കാലഘട്ടമാണ്. പ്രത്യേകിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ക്ഷേത്ര കാര്യങ്ങളിൽ വളരെ വലിയ ലീഡർഷിപ്പ് സ്ഥാനം ഏറ്റെടുക്കാനും ഈ പ്രായത്തിൽ നിങ്ങൾ പൂരം നക്ഷത്രക്കാർ ഉറപ്പായിട്ടും താല്പര്യം കാണിക്കും. അതുമാത്രവുമല്ല, നിങ്ങൾ കടന്നു പോകുന്ന ആ സുഖസമൃദ്ധമായ വഴികളെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ സഹായിച്ച മറ്റു വ്യക്തികളെക്കുറിച്ചുമെല്ലാം ഓർത്ത് വളരെയധികം ആത്മാനന്ദം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടായിത്തീരും. ഇനി ഈ പറഞ്ഞ ഫലങ്ങളിൽ നിങ്ങളുടെ ജനനം മുതൽ ആയുർനാശം വരെയുള്ള ആ ഒരു ജീവിതം ഒന്ന് പരിശോധിച്ചാൽ, പൂരം നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വലിയ ആഗ്രഹങ്ങളിലൂടെയും കഠിന ശ്രമങ്ങളിലൂടെയും കടന്നു പോകുമെങ്കിലും നിങ്ങളുടെ മധ്യവയസ്ക കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവർ അസൂയപ്പെടുന്ന രീതിയിൽ തല ഉയർത്തി രാജകീയമായി ജീവിക്കുന്നവരാണ് നിങ്ങൾ പൂരം നക്ഷത്രക്കാർ എന്ന് കൃത്യമായി കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട, അതായത് പ്രായവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജ്യോതിഷ ഫലങ്ങളിലൂടെ ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ, വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെ കുറിച്ചിട്ടൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. എങ്കിൽ പോലും ഏകദേശം 70% കൃത്യമായ പൊതുഫലമാണ് ഈ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ശുക്രദോഷങ്ങളകന്ന് കൂടുതൽ ഐശ്വര്യവും സമാധാനവും നിങ്ങൾക്ക് കൈവരാനും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ദേവിക്ക് പായസ വഴിപാട് അല്ലെങ്കിൽ വിളക്കിനും മാലയ്ക്കും ചീട്ടെടുത്ത് എല്ലാ വെള്ളിയാഴ്ചയും വിളക്ക് തെളിപ്പിക്കുന്നതും അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ സുമംഗലിമാരെ സഹായിക്കുന്നത് അതീവോത്തമമാണ്. അതായത് നിങ്ങളെക്കൊണ്ടാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉപഹാരം കൊടുത്ത് അവരെ സഹായിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണ്? ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അത് എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താനായാൽ അത് അത്യുത്തമമായിരിക്കും. പറയാൻ കാരണം, എനിക്ക് ആ കാര്യങ്ങൾ അറിയാനും അത് വെച്ചുകൊണ്ട് പൂജയിലേക്ക് ഉൾപ്പെടുത്താനും തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങൾ പൂരം നക്ഷത്രക്കാരുടെ ലൈഫ് ടൈം പ്രവചനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.